നമുക്കിപ്പോൾ അത്യാവശ്യത്തിന് സ്ക്രീൻഷോട്ട് എടുക്കണം, അതും സ്ക്രീന് ഫുള്ളായിട്ട് വേണ്ട, ക്രോപ്പ് ചെയ്ത് ആവശ്യമുള്ള ഭാഗം മാത്രം സ്ക്രീൻഷോട്ട് എടുക്കണം. എങ്ങനെ എടുക്കുക? ഇതാ നോക്കിയേ, ഈ ഹോം ബട്ടൺ ഞാനൊന്ന് ലോങ് പ്രസ് ചെയ്യുന്നു, പെട്ടെന്ന് സ്ക്രീൻഷോട്ട് ആകുന്നു. എനിക്കിപ്പോൾ ചെറിയൊരു ഭാഗം വേണ്ടു, അതിന് ഇവിടെ ഒരു ക്രോപ്പ് ഐക്കൺ കാണുന്നു, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ഏത് ഭാഗമാണോ വേണ്ടത് ആ ഭാഗം ഞാൻ സെലക്ട് ചെയ്യുന്നു, എന്നിട്ട് ഡൗൺലോഡ് കൊടുക്കുന്നു. അത് ഗാലറി സേവ് ആയി. എങ്ങനെയുണ്ട്? ഇതെങ്ങനെ സെറ്റ് ചെയ്യുക? ഇതിന് സ്ക്രീൻഷോട്ട് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞ ചെറിയൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ വളരെ ചെറിയ ആപ്ലിക്കേഷനാണ്, 1.5 MB. എങ്ങനെ ഇത് സെറ്റ് ചെയ്യുക? ഇതിൽ കാര്യമായിട്ടൊന്നും ചെയ്യണ്ട. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്താൽ ഇവിടെ ഒരു ഏരോ മാർക്കാണ്, ഞെക്കി കൊടുക്കുക, പിന്നെ നെക്സ്റ്റ് കൊടുക്കുക, ഇത്രയേ ഉള്ളൂ. പിന്നെ അസിസ്റ്റന്റ് ആപ്പ് പ്രിഫറൻസ് എന്നുള്ള ഇതൊന്ന് ഞെക്കി കൊടുക്കുക. ഇവിടെ അസിസ്റ്റ് ആപ്പ് എന്നുള്ള ഇത് ഞെക്കിയിട്ട് ഇവിടെ സ്ക്രീൻഷോട്ട് അസിസ്റ്റന്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഡീഫോൾട്ട് ആയിട്ട് ഗൂഗിൾ ഉണ്ടാകുക, ഇത് സ്ക്രീൻഷോട്ട് അസിസ്റ്റന്റ് ആക്കി കൊടുക്കുക, എഗ്രി കൊടുക്കുക. ഇത്രയും ചെയ്താൽ മതി. അതിനുശേഷം നമ്മളെ ഹോം ബട്ടൺ ഒന്ന് ലോങ് പ്രസ് ചെയ്താൽ സ്ക്രീൻഷോട്ട് ആയിക്കോളും. ഇവിടുന്ന് നമുക്ക് ഇത് ക്രോപ്പ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. ഇഷ്ടമുള്ള ഭാഗം മാത്രമാക്കി സ്ക്രീൻഷോട്ട് എടുക്കാം. നമുക്ക് ഒരു സ്ക്രീനിലുള്ള ഫുള്ള് വേണ്ട, കുറച്ച് ഭാഗം മതിയെങ്കിൽ അത് മാത്രം എടുക്കാം. ആവശ്യമുള്ള ഭാഗം, എന്നിട്ട് ഈ ഡൗൺലോഡ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അത് ഗാലറി സേവ് ആകുകയും ചെയ്യും. സംഭവം നിങ്ങൾക്ക് ഉപകാരം തോന്നിയിട്ടുണ്ട്, ചങ്ങായിമാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു ലൈക്കും കൊടുത്തേക്ക്. പാവം നമുക്ക് ഒരു ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളുടെ സ്വന്തം മുത്തൂസ് മെപ്പയൂർ. താങ്ക് യു സോ മച്ച്.